പരിപാലന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്നേഹപൂർവ്വം എന്ന പേരിൽ ഭിന്നശേഷി കുട്ടികൾക്കായി അരൂരിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. മാമംഗലം നവജീവൻ സ്കൂൾ ഫോർ സ്പെഷ്യൽ നീഡ്സുമായി ചേർന്നാണ് അരൂർ സെന്റ് അഗസ്റ്റിൻസ് ചർച്ച് പാരിഷ് ഹാളിൽ ക്രിസ്മസ് ആഘോഷിക്കപ്പെട്ടത്. പരിപാലന ട്രസ്റ്റ് ട്രഷറർ കെ.എ. സെബാസ്റ്റ്യൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രസിഡന്റ് സേവ്യർ പോത്തമ്പലിൽ അധ്യക്ഷത വഹിച്ചു. അന്തരീക്ഷത്തിൽ ഇതുപോലുള്ള ആളുകൾക്കിടയിൽ തീർച്ചയായും ക്രിസ്തു ഉണ്ടാകും. ഈശ്വരൻ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നില്ലെങ്കിൽ വേറെ എങ്ങനെയുള്ള സ്ഥലത്താണ് പോവുക? അപ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ തരത്തിലുള്ള ജീവിതവും ദൈവഹിതവുമായി പൊരുത്തപ്പെടാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു അങ്ങനെ ഇടയായി ജീവിക്കുന്നവരിടയിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ എനിക്കുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എന്റെ വാക്ക് അവസാനിക്കും. സെന്റർ ഫോർ എംപവർമെന്റ് ആൻഡ് എൻറിച്ച്മെന്റ് ചെയർപേഴ്സൺ ഡോക്ടർ മേരി അനിത ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയും ക്രിസ്മസ് സന്ദേശം നൽകുകയും ചെയ്തു. സെന്റ് അഗസ്റ്റിൻസ് ചർച്ച് വികാരി ഡോക്ടർ റാഫി പര്യാത്തിശ്ശേരി, ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ CN മോഹനൻ നായർ, എഴുത്തുകാരനും പ്രഭാഷകനുമായ MV ബെന്നി, നവജീവൻ സ്കൂൾ ചെയർമാനും സാഹിത്യകാരനുമായ KL മോഹനവർമ്മ, നവജീവൻ സ്കൂൾ പ്രിൻസിപ്പൽ ഷൈനി വിൽസൺ, പരിപാലന സെക്രട്ടറി തോമസ് ഔസേപ്പ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ജോൺ മാമ്പിള്ളിയുടെ മാജിക് ഷോയും ക്രിസ്മസ് വിരുന്നും നടന്നു. കഴിഞ്ഞ ദിവസം ഭവനരഹിതനും നിർധനനും രോഗിയുമായ അരൂർ ചിറപ്പുറത്ത് ബാബുവിന് പരിപാലനയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകി താക്കോൽദാനം നടത്തിയത് നാട്ടുകാർ വലിയ ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത്. സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, അരൂർ.